നമ്മുടെ ഭക്ഷ്യ കമ്മീഷൻ എന്ന് പറയുന്നത് വെറുതെ കമ്മീഷനായിട്ട് തിരുവനന്തപുരം ഓഫീസിൽ AC റൂമിലിരിക്കാനുള്ളതല്ല. അതാത് ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന നടത്തണം. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ, ഹോട്ടലിൽ പഴകിയ മറ്റ് പദാർത്ഥങ്ങൾ ഇരിക്കുന്നുണ്ടോ, അങ്ങനെ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനാണ് ഭക്ഷ്യ കമ്മീഷൻ. ഈ കമ്മീഷനൊന്നും പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നില്ല. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരാണെങ്കിൽ ഫ്രീ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ പരിസരത്തേക്ക് പോവില്ല. ഇപ്പോൾ ഇത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത കാലത്ത് സംസ്ഥാനത്തുടനീളം ഒരു യുദ്ധത്തിൻ്റെ പേരിൽ 1-2 ദിവസം ഗ്യാസ് ക്ഷാമം വന്നു എന്ന് പറഞ്ഞ് വില വർദ്ധിപ്പിച്ച ഹോട്ടൽ ഉടമകൾ, ഇവരെ നിയന്ത്രിക്കാൻ ഈ നാട്ടിലൊരു നിയമമില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ഹോട്ടലിൽ കയറി ചെല്ലുമ്പോഴും കാശുള്ളവനും കാശില്ലാത്തവനും ആരാണെങ്കിലും അവർക്ക് ഇഷ്ടപ്രകാരം അവരുടെ ഭക്ഷണത്തിന് വില കൽപ്പിക്കുന്നു. അവർ പൊതുജനത്തിൽ നിന്ന് തല്ലുകൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ നടന്ന് പൈസ പിഴിഞ്ഞെടുക്കുന്ന ഹോട്ടലുകൾ ഇപ്പോൾ പൊതുജനങ്ങളെ പിഴിഞ്ഞ് എടുക്കുന്ന അവസ്ഥ നിലവിലുണ്ട്. ഇത് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാരാണ്? പൊതുജനമാണോ അന്വേഷിക്കേണ്ടത്, അതോ പൊതുജനങ്ങളുടെ നികുതി പണം മാസാമാസം മേടിക്കുന്ന ഭക്ഷ്യ കമ്മീഷനാണോ, അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരാണോ, സിവിൽ സപ്ലൈ ആണോ? കളക്ടർക്ക് ഒരു ചുമതലയില്ലേ ഈ നാട്ടിൽ? ആരാണ് ഇവർക്ക് വില വർദ്ധിപ്പിക്കാൻ അനുവാദം കൊടുത്തോക്കണേന്ന് അന്വേഷിക്കാൻ? ഈ നാട്ടിലൊരു ഉദ്യോഗസ്ഥനില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെയാണ് നമ്മൾ ജനാധിപത്യ ബോധം പറയണത്. വോട്ടവകാശം നിങ്ങൾ ഉപയോഗിക്കണം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെൻറ് വരണത്, നിങ്ങളെ ഭരിക്കാനുള്ള ഗവൺമെൻറ്റിനെ നിങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പോയിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ഈ നാട്ടിലാണ് ഈ പകൽക്കൊള്ള നടക്കുന്നത്. ഈ പകൽക്കൊള്ള നിയന്ത്രിക്കാൻ ഒരു വ്യക്തിയെ ഈ നാട്ടിൽ കാണാനില്ല. ഹോട്ടലുകളെ ABC ആയിട്ട് തരം താത്തിയിട്ടുണ്ട്. A ക്ലാസ്സും C ക്ലാസ്സും B ക്ലാസ്സും എന്നൊക്കെ പറഞ്ഞ് തരം താത്തിയ ഹോട്ടലുകളെ വില വ്യത്യാസങ്ങൾ കാണണം. ഓരോ സാധനങ്ങളും തൂക്കത്തിനനുസരിച്ചായിരിക്കണം എന്നുണ്ട്, വൃത്തി നോക്കണം എന്നുണ്ട്. ഇതൊന്നും ഈ നാട്ടിൽ നോക്കേണ്ട ഒരാളില്ലാത്ത അവസ്ഥയാണ്. എല്ലാവരും അവരവരുടെ രീതിയിൽ നിയമം നടപ്പിലാക്കുന്നു. ഞാൻ എൻ്റെ ഹോട്ടലിൽ ഞാനാണ് കളക്ടറും സിവിൽ സപ്ലൈയും ഭക്ഷ്യ കമ്മീഷനും എന്നുള്ള അവസ്ഥയുണ്ടല്ലോ. ഈ നാട്ടിലെ ഗതി ഏത് രീതിയിൽ നീങ്ങണമെന്ന് ഈ പൗര സമൂഹം ഈ വേളയിലെങ്കിലും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്.